കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് VTS വെഡിംഗ് സെന്ററിൽ നിന്നും. ഈ പെരുന്നാൾ കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ VTS ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. VTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ക്ഷയരോഗ ദിനാചരണവും ഗ്ലോക്കോമ വാരാചരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജീവിതശൈലി രോഗനിർണയം, കാഴ്ചാ പരിശോധന, ക്യാൻസർ സ്ക്രീനിംഗ് എന്നിവയും നടന്നു. ചെമ്മാനോട് പുതിയ മദ്രസയിൽ നടന്ന ചടങ്ങ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാമോൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്നി വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയ, ഓപ്റ്റോമെട്രിസ്റ്റ് ജസീല എന്നിവർ പ്രസംഗിച്ചു. നിരവധി രോഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ക്ഷയരോഗം കൂടുന്ന, പക്ഷേ ഇത് ക്ഷയരോഗത്തിന് മാത്രം സംസാരിച്ചിരുന്ന ലോക ക്ഷയരോഗ ദിനമായതുകൊണ്ടാണ്. അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മസൂരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ പല രോഗങ്ങളുണ്ടായിരുന്നു, പകർച്ചവ്യാധികളുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആശാപ്രവർത്തകരുടെ വീട്ടുകളിലൊക്കെ വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ നിർത്തി പനി വരുമ്പോൾ, അതുപോലെ തന്നെ മറ്റു ചില അസുഖങ്ങൾ വരുമ്പോഴൊക്കെ അതിൻ്റെ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും അപ്പോഴും അത് വളരെ ഈസിയായി കണ്ടുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കിണറ്റിൽ വളരെ പരിശുദ്ധമായിരിക്കുമെന്നുള്ള ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞപ്പിത്തം പല രൂപത്തിലുള്ള മഞ്ഞപ്പിത്തമായി മാറുന്നു, വളരെ മാരകമായ മഞ്ഞപ്പിത്തമായി മാറുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ള ശീലമാക്കൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.